വീണ്ടും വാർത്തയിലേക്ക്. ജഡ്ജി കോഴ കേസിൽ അന്വേഷണം നേരിടുന്ന സൈബി ജോസ് കിടങ്ങൂർ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. തനിക്കെതിരെ നടന്നത് ഗൂഢാലോചനയെന്ന് സൈബി. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, എന്തായാലും അഭിഭാഷക അസോസിയേഷൻ അധ്യക്ഷ സ്ഥാനം സൈബി ഒഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഹൈക്കോടതി കോഴക്കേസിൽ ഒരു വഴിത്തിരിവ് കൂടി ഉണ്ടായിരിക്കുകയാണ്. സൈബി ജോസ് കിടങ്ങൂർ ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നാണ് സൈബി ജോസ് കിടങ്ങൂർ രാജിവെച്ചിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് സൈബി ജോസ് കത്ത് നൽകിയിരുന്നു. അസോസിയേഷൻ സെക്രട്ടറിക്കാണ് കത്ത് നൽകിയത്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചു എന്നാണ് സൈബി കത്തിൽ പറയുന്നത്. തനിക്കെതിരായ കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സൈബി പറയുന്നുണ്ട്. ഏതായാലും സൈബി ജോസ് കിടങ്ങൂർ രാജിവെച്ചിരിക്കുകയാണ്. ഹൈക്കോടതി കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട ഈ രാജി ആവശ്യം നിരവധി തവണ ഉയർന്നിരുന്നു. എന്നാൽ ആദ്യഘട്ടങ്ങളിലൊന്നും സൈബി ജോസ് കിടങ്ങൂർ ഈ അഡ്വക്കേറ്റ് അസോസിയേഷൻ ഭാരവാഹിത്വത്തിൽ നിന്ന്, പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി കൂടെ അദ്ദേഹത്തിന്റെ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കൂടെ പിൻവലിച്ച തള്ളിയ ഒരു സാഹചര്യത്തിലാണ് സൈബി ജോസ് കിടങ്ങൂർ ഇപ്പോൾ അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സൈബി ജോസ് കിടങ്ങൂർ ഈ തനിക്കെതിരായ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. എന്നാൽ ഇത്ര തിടുക്കപ്പെട്ട് എന്തിനാണ് ഹർജി നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രൂക്ഷമായ ഭാഷയിലാണ് സൈബി ജോസ് കിടങ്ങൂരിനെ കോടതി വിമർശിച്ചത്. അന്വേഷണം നേരിട്ടുകൂടെ, അന്വേഷണത്തിലൂടെ സത്യം കൊണ്ടുവരണം. ഇത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഈ ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ ഉയർന്ന ആരോപണം ഗൗരവമേറിയതാണ് എന്നാണ് അന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പറഞ്ഞത്. അതിനുശേഷം വലിയ വിമർശനം ഉയർന്നു. സൈബി ജോസ് കിടങ്ങൂരിനെതിരെ സംഘടനയ്ക്കകത്ത് പോലും വലിയ വിമർശനമാണ് ഉയർന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ സൈബി ജോസ് കിടങ്ങൂർ ഈ അധ്യക്ഷ പദത്തിൽ നിന്ന് രാജിവെക്കാൻ തയ്യാറായിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും തന്നെ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം തന്നെയാണ് കത്ത് നൽകിയിരിക്കുന്നത്. അസോസിയേഷൻ സെക്രട്ടറിക്കാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചു എന്നാണ് സൈബി ഈ കത്തിലൂടെ പറയുന്നത്. തനിക്കെതിരായ കേസിന് പിന്നിലും ഗൂഢാലോചനയാണെന്നും രാജിക്കത്തിൽ പറയുന്നുണ്ട്. ശരി, ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനം സൈബി ജോസ് കിടങ്ങൂർ രാജിവെച്ചിരിക്കുന്നു. ജഡ്ജി കോഴ കേസുമായി ബന്ധപ്പെട്ടാണ് രാജി. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നാണ് സൈബി പറയുന്നത്. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്.